ഞാനിങ്ങനെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ പല പല ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എഴുതിയിരുന്ന ഒരു പോയിന്റ് ആയിരുന്നു, ഓ ആ പണ്ട് സ്റ്റാർ സിംഗറിൽ പാട്ട് പാടിയിരുന്ന വിജയ് ആണോ ഈ വിജയ്, മനസ്സിലാകുന്നേ ഇല്ല എന്ന്. അപ്പൊ ഞാൻ ഇവരെന്തായിരിക്കും മനസ്സിലാവുന്നില്ല എന്ന് ഇങ്ങനെ എഴുതിയേക്കുന്നത്, മുടിയാണോ എന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. സത്യത്തിൽ എന്താ അങ്ങനത്തെ കമന്റുകൾ ശരിക്കും ചേട്ടന് ഒരുപാട് കണ്ടിട്ടുണ്ടാവില്ലേ? എന്താ എന്താണ് അവർക്ക് ഈ ചേട്ടനിൽ ഇത്രയും മാറ്റം തോന്നാൻ എന്താ കാര്യം? മുടിയാണോ? മുടി പോകുമ്പോ എപ്പോഴും നമ്മുടെ വ്ലോഗ് കണ്ടിട്ട് ഞാൻ ആ ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടിയ ആളല്ല എന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പൊ മുടി മാറിയപ്പോ തന്നെ കംപ്ലീറ്റ്ലി ഫേസ് അങ്ങ് മാറി. പിന്നെ താടി അന്നില്ല, ക്ലീൻ ഷേവ് ആയിരുന്നു. ഇപ്പൊ താടിയൊക്കെ വെച്ച് അപ്പൊ കംപ്ലീറ്റ്ലി മാറി, ഫേസ് മാറി. അപ്പൊ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അത് ശരിയാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാൻ പോവാറുണ്ടോ ഞാൻ ആ പഴയ ആള് തന്നെയാന്ന്? ഇനി പറയേണ്ടി വരില്ല, കാരണം മുടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ആളിലേക്ക് തന്നെ തിരികെ എത്തിയല്ലോ. ഞാൻ പ്രസന്റ് ജീവിക്കുന്ന ആളാ. ഓ ഐഡിയ സ്റ്റാർ സിംഗർ കഴിഞ്ഞു, ഇപ്പൊ ഞാൻ ഇവിടെ എത്തി. ഇപ്പൊ ഇനി മുടി വരുന്നു, ഇനി അഭിനയിക്കാൻ തുടങ്ങാൻ പോയാ. അല്ല സത്യം പറയാം, ഞാൻ ഡയറക്ഷൻ മാറ്റി ഈ മുടി വന്നപ്പോഴാണ് മനസ്സിലായത്. കാരണം തലേ ദിവസം വരെ മുടിയില്ല, ഇന്ന് മുടി വന്നപ്പോഴത്തേക്കും നമ്മൾ മറന്നുപോയി. ഇതിനിപ്പം ഈ 2 വർഷം എൻ്റെ കൂടെ താമസിച്ച ആൾക്ക് മുടി ഇല്ലാത്ത ഒരാളായിരുന്നു ഇപ്പൊ ചിന്തിക്കാൻ പറ്റില്ല. അത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണോ. ഇപ്പത്തെ ഇത് നമ്മൾ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്തു. ഇപ്പൊ പഴയ വ്ലോഗ് എടുത്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് ഓഹോ മുടി ഇല്ലായിരുന്നല്ലേ എന്നുള്ളൊരു എന്താ പറയാ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ.